ചേട്ടാ, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട്, അതായത് കോൺഗ്രസ് നേതൃത്വത്തിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണമെന്നാണ്. അതായത് BJP കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നതാണോ ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ ഒരു ശ്രദ്ധ ചെലുത്തണമെന്ന പ്രസ്താവന ഉപമിക്കുന്നത്? ഈ കൊടിക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ KC വേണുഗോപാലുമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർ. പണ്ട് സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ ആ മൻമോഹൻ സിംഗിന്റെ കാലത്തെല്ലാം അന്ന് അഹമ്മദ് പട്ടേൽ, അതോടൊപ്പം തന്നെ മറ്റ് ഉയർന്ന നേതാക്കളും നല്ല ബുദ്ധിയും കഴിവുമുള്ള, എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാം, എങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്ന ബുദ്ധിയുള്ളവരായിരുന്നു അന്ന് അവർ ഉണ്ടായിരുന്ന. ആ അഹമ്മദ് പട്ടേലിൽ അന്ന് സോണിയാഗാന്ധിയുടെ വലം കൈയായിരുന്നു. ഇന്നിപ്പോൾ ഇടവും വലവും നിൽക്കുന്ന രണ്ട് മലയാളികളാണ്. അതിലൊന്നാണ് കൊടിക്കുന്നിൽ സുരേഷും, മറ്റത് KC വേണുഗോപാൽ. എന്തായാലും ഈ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ബോധോദയം ഉണ്ടായിരിക്കുന്നത്. കാരണം BJPയെ വളരുന്നത് അറിയാൻ കഴിയാത്തവരാണ് ഈ രണ്ട് ഉപദേശകരും. അതിന് സമാനമായി തന്നെയാണ് BJPയുടെ കേരളത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വലിയ രീതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടുന്നു, ഒരു ലോക്സഭാ സീറ്റ് നേടുന്നു. അതോടൊപ്പം തന്നെ 20%-ലധികം വോട്ട് നേടിയപ്പോഴാണ് ഇദ്ദേഹം തിരിച്ചറിയുന്നത് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ബോധോദയം ഉണ്ടായി, കേരളത്തിൽ BJP വളർന്നു, ഇനി കേരളത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ കർണാടകയിൽ നടക്കുന്ന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതെല്ലാം നേരത്തെ സംഭവിച്ച കാര്യമാണ്. ഈ കോൺഗ്രസിന്റെ എല്ലാം തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്ന ഈ രണ്ട് നേതാക്കളുമാണ്. പിന്നെ ഈ രാഹുൽ ഗാന്ധിക്ക് ഉപദേശം നൽകുന്ന കുറച്ച് നേതാക്കളും ചേർന്നാണ് അദ്ദേഹത്തെ ഒരു കോമാളി പരിവേഷം ഈ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തു. അത് വെച്ചാണ് BJP വളർന്നു കയറുന്നത്. അല്ലാതെ മറ്റു സംഘടനാപരമായ പ്രശ്നങ്ങളെല്ലാം ഇദ്ദേഹം ഈ മേൽത്തട്ടാണല്ലോ. ഇപ്പോൾ ഈ മേൽത്തട്ടിലെ മികച്ച നേതാക്കൾ വരുമ്പോഴാണ് താഴ്ത്തട്ടിൽ അണികൾ ഉണരുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. പണ്ടെല്ലാം പ്രാദേശിക ലെവലിൽ കോൺഗ്രസിന് മികച്ച നേതാക്കൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നോക്കിയാൽ ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. അതിൽ ഒരു സംസ്ഥാനം ഈ കർണാടകയിൽ ശിവകുമാർ എന്ന ഒരു ജനകീയ നേതാവുണ്ട്. എന്തിനും പോകുന്നത് BJP വെല്ലുവിളിക്കുന്ന, BJPക്കെതിരെ സാമ്പത്തികമായെങ്കിൽ സാമ്പത്തികമായി, അല്ലാതെ ഈ കരുത്തുകൊണ്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു നേതാവാണ് DK ശിവകുമാർ. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നത് ആ നേതാവാണ് സിദ്ധരാമയ്യ. അങ്ങനെ ആ കർണാടകയിൽ BJP തളർത്തുവാൻ ഇവർക്ക് കഴിയുന്നുണ്ട്, പ്രാദേശിക നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. പിന്നെ ഒരു സംസ്ഥാനമുള്ളത് തെലങ്കാനയാണ്. അവിടെ രേവന്ത് റെഡ്ഡി എന്ന ഒരു ജനകീയനായ നേതാവ്. എന്തിനും കാരണം അവിടെ കോൺഗ്രസ് പൂർണ്ണമായി തകർന്നില്ലാതായാണ്. ഈ ആന്ധ്ര വിഭജനവുമായി ബന്ധപ്പെട്ട് 2 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ അതിനെ തങ്ങളുടെ ആ സമയത്ത് അത് മുതലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അങ്ങനെ വിഭജനം നടക്കുന്നു. ഒരു വശത്ത് OSRും അതോടൊപ്പം തന്നെ TDPയും അധികാരത്തിലുമായിരുന്നു, മറ്റൊരു സ്ഥലത്ത് TRS അധികാരത്തിലുമായിരുന്നു. കോൺഗ്രസ് പിന്നീട് ചിത്രത്തിലില്ലാത്തൊരു സംസ്ഥാനമായിരുന്നു തെലങ്കാന. അവിടെ രേവന്ത് റെഡ്ഡിയുടെ കഴിവ് കൊണ്ട് തന്നെയായിരുന്നു അവിടെ പാർട്ടിക്ക് വീണ്ടും കരുത്തോടെ തിരിച്ചു വരാൻ കഴിഞ്ഞു. അതും പ്രാദേശിക നേതാവിന്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ ഉള്ളത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഹിമാചൽ പ്രദേശ് ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസിന് വലിയ റോളില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക, കാരണം ബൂത്ത് ലെവലിൽ ഈ അണികളെയെല്ലാം ശക്തിപ്പെടുത്തിയായിരുന്നു അന്ന് സുഗന്ധി അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അങ്ങനെ പ്രാദേശിക ലെവലിൽ വലിയ രീതിയിൽ നേതാക്കളുടെ ഒരു ശക്തി കൊണ്ടാണ് ഇവർ ജയിച്ചു വരുന്നത്. പക്ഷെ മേൽത്തട്ടിൽ ഈ ശക്തി ഇവർക്ക് താല്പര്യമില്ല. കാരണം ഈ തങ്ങളാണ് തീരുമാനിക്കണമെന്നൊരു ഇതുണ്ടല്ലോ, മുകളിലെ ഹൈക്കമാൻഡാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുക. പ്രാദേശിക നേതാക്കൾ വേണ്ട, അവരുടെ സ്വരങ്ങൾ കേൾക്കില്ല, എന്താണ് അവരുടെ ആവശ്യം പരിഗണിക്കില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനമായി മാറിയത് കൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, ഒന്ന് ഡൽഹിയും മറ്റൊന്ന് ബീഹാറുമാണ്. ഈ 2 സ്ഥലങ്ങളിലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ല. ഡൽഹിയിലാണെങ്കിൽ BJP AAPയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരമാണ് ഉണ്ടാകുന്നത്. ബീഹാറിലും അങ്ങനെയാണ്. അവിടെ JDUവും അതോടൊപ്പം തന്നെ RJDയും തമ്മിലാണ് മത്സരം. 2 പ്രാദേശിക, നിതീഷ് കുമാറും തേജസ്വി യാദവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടമാണ്. അവിടെ JDUവിന്റെ പിന്നാലെ BJPയുടെ സപ്പോർട്ടുമുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കക്ഷിയാണ്. പിന്നീട് പ്രതീക്ഷ ഈ 2 സംസ്ഥാനങ്ങളും കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, ആസാം ആണെങ്കിൽ അവിടെ സംഘടനാപരമായി കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സംസ്ഥാനമാണ്.
അങ്ങനെ നോക്കുമ്പോൾ ഏക പ്രതീക്ഷയുള്ളത് കേരളമാണ്. അപ്പോൾ കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പറയുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഉത്തരേന്ത്യയിലെ പരാജയം പേടിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ അഭയം തേടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമാണ്. കാരണം മുൻപ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാരണം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ മുഴുവൻ ഈ സ്ഥലത്ത് നിന്നുള്ളതാണ്, കേരളത്തിൽ നിന്നുള്ളതാണ്. ഒന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ളത്, പിന്നീടുള്ള ജനറൽ സെക്രട്ടറി ആയ ഈ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഉപദേശം നൽകുന്ന KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നുള്ള MP ആണല്ലോ. അത് കഴിഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹവും ഈ മാവേലിക്കരയിൽ നിന്നുള്ള MP ആണ്. പിന്നെ വിശ്വപൗരനായി അറിയപ്പെടുന്ന ശശി തരൂർ തിരുവനന്തപുരത്തുള്ള MP ആണ്. അങ്ങനെ പിന്നെ മറ്റൊരു കാര്യം, ഈ വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഈ ലോക്സഭാ ചർച്ചകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേമചന്ദ്രൻ. അത് ദേശീയ തലത്തിലായാലും പ്രതിപക്ഷത്തിന്റെ മുഖമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പ്രേമചന്ദ്രൻ, അദ്ദേഹം കൊല്ലത്ത് നിന്നുള്ള MP ആണ്. അങ്ങനെ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും മികച്ച നേതാക്കളും അതോടൊപ്പം തന്നെ ഈ പല നേതാക്കളും കേരളത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ ഇനിയൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണമോ എന്ന കാര്യം ഡൗട്ടാണ്. മറിച്ച് നാം BJPയുടെ ഭാഗത്ത്, പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ BJP വളർന്നെന്നാണ്. അതെന്തായാലും 2014 മുതൽ BJP ലക്ഷ്യമിടുന്നതാണ്. ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിൽ വളർന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കിഴക്ക് ഭാഗങ്ങളിൽ വളർന്നിട്ടുണ്ട്. പിന്നെ ഈ സൗത്ത് ഇന്ത്യയിലാണ് BJPക്ക് ശക്തിയില്ലാത്തത്. ആ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ആ ഭരണം പിടിക്കുക എന്നതും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വർഷങ്ങളായി തന്നെ BJPയുടെ ആവശ്യമാണ്. അത് കർണാടകയിലും നടപ്പിലാക്കി, തെലങ്കാനയിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് BJPക്ക് ബാലികേറ മലയാൽ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളിലാണ്, ഒന്ന് തമിഴ്നാടും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിനേക്കാൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 18% വോട്ട് നേടിയെങ്കിലും അവിടെ സീറ്റൊന്നും ലഭിച്ചിട്ടില്ല. അവിടെ 0 സീറ്റിന്റെ എണ്ണം. മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ 20%-ലധികം സീറ്റ് നേടിയിട്ടുണ്ട്, ഒരു സീറ്റും നേടിയിട്ടുണ്ട്. അത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നാം എടുത്തു നോക്കുകയാണെങ്കിൽ 11 സീറ്റിൽ BJP ഒന്നാമതും 8 സീറ്റിൽ രണ്ടാമതുമാണ്. ഇത് BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അവർ എന്തായാലും ആ തന്ത്രങ്ങൾ, അങ്ങനെ ഒരു വോട്ടിംഗ് ഷെയർ വന്നത് BJPയെ കൂടുതൽ പ്രതീക്ഷ നൽകുകയാണ്. അവർ ഇപ്പോൾ 30 ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കാൻ പോവുകയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക, അതോടൊപ്പം തന്നെ തൃശ്ശൂർ പിടിക്കുക, പിന്നീട് അതോടൊപ്പം തന്നെ പല മുനിസിപ്പാലിറ്റികളിലും അധികാരം നേടുക, പഞ്ചായത്തുകൾ പിടിക്കുക എന്ന വ്യക്തമായ ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ ആദ്യം തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്, ഈ BJP കേരളത്തിൽ വളർന്നപ്പോൾ ആദ്യമായി തിരിച്ചടി ഉണ്ടായത് ഈ കോൺഗ്രസിനായിരുന്നു. കാരണം ഈ കോൺഗ്രസിന് എല്ലാ കാലത്തും ഈ നായർ വിഭാഗത്തിന്റെ വോട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ഈ നായർ മുന്നോക്കരുടെ വോട്ടും അതോടൊപ്പം തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഈ പിന്നോക്കരുടെ വോട്ടും പ്രത്യേകിച്ച് ഈഴ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുന്നതാണ് CPM-ന്. അങ്ങനെ BJP ആദ്യമായി കടന്നു കയറിയത് ഈ മുന്നോക്ക വിഭാഗത്തിലേക്കാണ്. ഇപ്പോൾ പതിയെ പിന്നോക്ക വിഭാഗത്തിലേക്കും പോകുന്ന കാഴ്ചയാണ് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി, BJP ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് UDF-ന് വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഈ തെക്ക് മേഖല, അതോടൊപ്പം തന്നെ തെക്ക് വരുന്ന പ്രദേശങ്ങളിൽ, അതോടൊപ്പം തന്നെ ഈ മധ്യ കേരളവുമെല്ലാം ബന്ധപ്പെട്ട് അവിടെയെല്ലാം വലിയ രീതിയിൽ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJP പതിയെ വളർന്നു കയറുന്നതാണ്. ഇത്തരത്തിൽ അങ്ങനെ വളർന്നു കയറുകയാണെങ്കിൽ കോൺഗ്രസിനായിരിക്കും തിരിച്ചടി. അങ്ങനെ BJPയുടെ വളർച്ച തടയുക എന്നതാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ആ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് വൈകി വന്ന ഒരു ബുദ്ധിയാണോ, ഒരു ആശയമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കോൺഗ്രസിന്റെ അടിത്തറ തകർത്ത് ഇപ്പോൾ CPM-ലേക്ക് BJP വളർന്നു കയറിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഇത് തിരിച്ചറിയണമായിരുന്നു. ഇനി എന്തായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പെല്ലാം വരികയാണെങ്കിൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂരിലാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP ഇപ്പോൾ രണ്ടാമത് വന്ന തിരുവനന്തപുരം, അങ്ങനെ തിരുവനന്തപുരത്ത് ഇനി വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിനായിരിക്കും ആ തിരിച്ചടി ഉണ്ടാകുക. ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴ, അങ്ങനെ കോൺഗ്രസിന് എവിടെയെല്ലാം സ്വാധീനമുണ്ടോ അവിടെ പതിയെ BJP കടന്നു കയറുകയാണ്. ഇത് എന്തായാലും കോൺഗ്രസിനെ ആയിരിക്കും ആത്യന്തികമായി ബാധിക്കുക. അതിനുശേഷമായിരിക്കും CPM-ലേക്ക് BJP കടന്നു കയറുക.